ഒരു 35 എത്തുകാരം. പല അഭിപ്രായങ്ങൾ അങ്ങനെയായിരുന്നു. ഗൾഫിൽ നിന്ന് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, എത്താൻ പ്രയാസമായിരിക്കും, എത്തൂല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇല്ലെങ്കിൽ രണ്ടാമതൊരു പിരിവ് വേണ്ടി വരുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. രണ്ടാമതൊരു പിരിവ് വന്നാൽ നാട്ടിൽ പല അഭിപ്രായങ്ങളുണ്ടാവും, അപ്പൊ അത് ബുദ്ധിമുട്ടാവും. അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ കൊണ്ട് എത്തിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. രാവിലെ വന്നപ്പോൾ കുറെ പൈസ കയറി. അതിനുശേഷം പിന്നെ കുറച്ച് സമയത്തേക്ക് ഒന്ന് ഡൗൺ ആയി. അപ്പോഴും എല്ലാവരും ഒന്ന് പേടിച്ചു. പിന്നെ പറഞ്ഞു അവിടെ നിന്ന് പൈസ വരാണ്ട്, ഇവിടെ നിന്ന് പൈസ വരാണ്ട്. ആ ഒരു പ്രതീക്ഷകൾ ഇങ്ങനെ കൊണ്ടുപോയി വളരെ അഭിമാനകരമായ ഒരു തുക 46,17,456 രൂപ. ഒരു രൂപ പോലും കടല്ലാതെ, ഒരു ഉറുപ്പ്യ പോലും കടല്ലാതെ നമ്മുടെ മേശയിൽ പൈസ ഉണ്ട്, അക്കൗണ്ടിൽ ക്യാഷും വന്നിട്ടുണ്ട്. ഇതിന് എവിടെ നിന്ന് നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. കാരണം ഇതിന് 1404 ആളുകളാണ് ഇതിന് മൊത്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. 1404 ആൾക്കാർ നമുക്ക് പൈസ ആയിട്ടും UPI ആയിട്ടും നമുക്ക് സംഭാവന തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാവരും അറിയണം. മാത്രമല്ല, നന്ദി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അന്ന് ഇവിടുന്ന് ഒരു മീറ്റിംഗ് തുടങ്ങിയത് മുതൽ ഇന്ന് അവസാനം തന്ന പൈസക്കാരനെ വരെ നമ്മൾ ഓർമ്മിക്കണം. കാരണം ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, അവരോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. കാരണം ഫ്ലക്സ് അടിച്ചത് മുതൽ, വീട് വീടാന്തരം കയറി ഇറങ്ങിയത് മുതൽ, പല മീറ്റിങ്ങുകളിൽ പോയത് മുതൽ, പല മഴയായിരുന്നു, എല്ലാ ദിവസവും മീറ്റിംഗ് വിളിക്കുമ്പോൾ വൈകുന്നേരം മഴ. അത് കഴിഞ്ഞ് ടെക്നിക്കൽ ടീമിനെ കാണാൻ പോകുന്നു. രാത്രി 11:30 വരെ കോഴിക്കോട് പോയി ഇരുന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് രാവിലെ വരെ ഈ പറയുന്ന ടെക്നിക്കൽ ടീമിന്റെ ആളെ രാവിലെ നമ്പർ വിളിച്ചിട്ട് ഇന്നലെ രാത്രി വരെ നമ്പർ കിട്ടിയിട്ടില്ല. മൂപ്പർ ഞാൻ പിന്നെ ഹസീബ് എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ ടെക്നിക്കൽ വിങ് കൈകാര്യം ചെയ്യുന്നത്. രാത്രി പല തവണ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാനൊന്ന് പേടിച്ചു. രാവിലെ ഈ പറഞ്ഞ ടെക്നിക്കൽ ടീമിന്റെ ഒരു മാനേജർ ഉണ്ട്, പുള്ളിക്കാരനെ വിളിച്ചു. അപ്പം മൂപ്പർ എന്നെ വേറെ നമ്പറിന് വിളിച്ചു. മീഡിയ വിങ് എത്ര മണിക്ക് വരും? ഇങ്ങനെ പല ടെൻഷനുകളിലൂടെ കടന്നുപോയി. ഈ സമയത്തൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്ന ഇതിന്റെ കമ്മിറ്റിയൊന്നുമല്ല ഇതിന്റെ വിജയം എന്ന് പറയുന്നത്, നാട്ടുകാരാണ്. ഇതിന്റെ നമ്മൾ കുറച്ച് കമ്മിറ്റിക്കാർ, ഒരു 50 ആളെ കമ്മിറ്റിക്കാരുണ്ടാക്കിക്കാണ്ട് ഇതിനുമായിട്ട് ഇറങ്ങിയാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആ കമ്മിറ്റിക്കാർ മാത്രം കരുതിയത് നടക്കില്ല. നാട്ടുകാർ, വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരണം. മേമാട് അങ്ങേയറ്റം യൂണിറ്റി കോളേജിന്റെ അതുമുതൽ നമ്മളെ ഈ തല മുതിരിപ്പറമ്പ് അങ്ങേയറ്റം വരെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ തല വീമ്പൂര് മുതൽ ആ തല മൂച്ചിക്കൽ പുല്ലാനൂർ വരെയുള്ള വീടുകളിൽ നിന്ന്, പല വീടുകളിൽ നിന്നും, എല്ലാ വീടുകളിൽ നിന്നും ഒരാളെങ്കിലും ഈ സംരംഭത്തിലേക്ക് എത്തിയിട്ടുള്ള എന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന പൈസ എന്ന് പറയുന്നത്. അതിൽ യാതൊരു സംശയവും. നിങ്ങൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു സംഘം ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. ഇവിടുത്തെ കമ്മിറ്റിക്കാരല്ല, അല്ലെങ്കിൽ ഞങ്ങളല്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഇതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ആ കൂട്ടായ്മ മാത്രമല്ല, ഇതിന്റെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. നാട്ടുകാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് നമുക്കൊരു വിജയമാണ്. കുറെ ആൾക്കാർ നമ്മളോട് മെസ്സേജ് അയച്ചിട്ടും അല്ലാതൊക്കെ ചോദിക്കണത് എന്താവും. ആ ചോദ്യം തന്നെയാണ്. പാകിസ്ഥാനിയായ ഒരു സുഹൃത്ത് 500 ദിർഹം തന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി എവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ നാട്ടുകാരുടെ ഒരു മനസ്സ് എന്നുള്ളത്. അതാണ് നമ്മളെ ഇതിലേക്ക് എത്തിച്ചത്. ഇതിന് നന്ദി പറയുമ്പോൾ തുടക്കം മുതൽ ഇതുവരെ പല കാര്യങ്ങളിലൂടെ, ചെറിയ കുട്ടികൾ മുതൽ, ഇന്ന് രാവിലെ പൈസ കൊടുക്കുന്ന ആ കുറ്റി കൊടുക്കുമ്പോൾ, ഫസ്റ്റത്തെ കുട്ടി കൊടുത്തിട്ട് വളരെ ചെറിയൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയെ പൈസ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിന്റെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഇനി എനിക്ക് എത്ര പൈസ കിട്ടൂലല്ലോ എന്ന്. പക്ഷെ എന്നാലും ആ കുട്ടി ആ പൈസ ഇവിടെ കൊടുത്തുപോയി. അതുമുതൽ 3 ലക്ഷവും 7 ലക്ഷവും 2 ലക്ഷവും 5,000 10,000 ഒക്കെ തന്നെ, അതുപോലെ തന്നെ 100 രൂപ 50 രൂപ തന്നവരുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് 50 രൂപ വളരെ ചെറിയ സംഖ്യയാണ്, പക്ഷെ അതല്ല. അവരെ കൊണ്ട് കഴിയുന്നത് 50 ആണെങ്കിൽ ആ 50 തന്നല്ലോ. ഇവിടെ അവർ വന്നല്ലോ, 50 രൂപക്ക് വേണ്ടി ഇവിടെ വന്ന് നമ്മളെ കൂടെ നിന്നല്ലോ എന്നുള്ളതാണ് അതുവരെയുള്ള സംഖ്യ. അത് മാത്രമല്ല, ഇവിടെ ഈ ഓഡിറ്റോറിയം, ഇതിനു വേണ്ട സൗകര്യങ്ങൾ, ഇവിടെ വന്നിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, അതിൽ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, മറ്റേതെങ്കിലും മതസ്ഥരില്ല, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയക്കാരില്ല, ആണില്ല, പെണ്ണില്ല. ഇവിടെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ സ്ത്രീകൾ ഇവിടെ വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ അതേപോലെ തന്നെ രാധേട്ടനെയും ശശിയേട്ടനെയും പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിരുന്നു ഇവിടുന്ന് ഒരാളിനോട്. അവർ രാവിലെ മുതൽ ഇരിക്കാൻ തുടങ്ങിയത്. രാവിലെ 8 മണി മുതൽ എന്റെ കൂടെ വന്നതാണ് രാധേട്ടൻ. അത് മുതൽ ഇവിടെ ഇരിക്കാൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇങ്ങനെ കുറെ ആൾക്കാർ ഉറക്കമൊഴിച്ചും അല്ലാതെയും ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു എന്താ പറയാ, ആ യുവത്വം നിൽക്കുന്ന ഇതിൽ പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ജയിച്ചാൽ ഒരു ആവേശം ഉണ്ടല്ലോ, അതിന്റെ മേലെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു 46 ലക്ഷം നമ്മളെ നാട്ടുകാരുടെ പോക്കറ്റിലുള്ള പൈസ ഈ പെട്ടിയിലേക്ക് ആക്കുക, അതും ഒരൊറ്റ ദിവസം കടം പറയാതെ ആക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ബുദ്ധിമുട്ടിന് നമ്മളെ കൂടെ നിന്നത് നിങ്ങളാണ്, നാട്ടുകാരാണ്, നമ്മളെ നാടാണ്, പുല്ലാരക്കാരാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അത് ചില ആൾക്കാർ വാട്സപ്പ് മുഖാന്തരം മറ്റുള്ളവർക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു, ചില ആൾക്കാർ പോലെ വിളിച്ചു പറഞ്ഞു, ചില ആൾക്കാർ പോലെ പോയി കണ്ടു, ചില ആൾക്കാർ കൊണ്ടുവന്ന് തന്നു, ചില ആൾക്കാർ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു. ചിലവർക്ക് പൈസ തരാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഓല് അപ്പുറത്തുള്ള ആളോട് പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ ഒരു 500 കിട്ടിയിട്ടുണ്ടാവും. ചിലവർക്ക് ആകെ 500 തരാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ വെറും കൂലിപ്പണി എടുക്കുന്ന ഒരാള്, അയാൾ 30,000 രൂപ ഇതിലേക്ക് പല ആളുകളിൽ നിന്നായി എത്തിച്ചു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അവന്റെ കയ്യിൽ നിന്ന് ഒരു 30,000 വന്നു. പല ആളുകളിൽ നിന്നായി 30,000 റൗണ്ടാക്കി ഇങ്ങോട്ട് തന്നു. ഓന്റെ സ്വന്തം പൈസ ഇല്ല, പക്ഷെ ഓൻ ഒറ്റക്ക് കരുതാണെങ്കിൽ ചിലപ്പോൾ 1000 ഉറുപ്പ്യ വെക്കാൻ കഴിയാത്ത ഒരാളാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ പല ആളുകളും കരുതിയിട്ടാണ് നമ്മൾ ഈ സംഖ്യയിലേക്ക് എത്തിയത്. ഇനി ഒരു 50,000 ഒരു മാക്സിമം പോയ ഒരു 3 ലക്ഷം റുപ്യ, അത് എന്തായാലും ഏതെങ്കിലും ഈ ലൈവ് കാണുന്ന നമ്മുടെ നാട്ടിലെ പുല്ലാരക്കാർ എന്തായാലും അവർ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് 50 ലക്ഷം ആക്കിയിട്ട് നാളെ പുല്ലാരിൽ ഒരു ബോർഡ് വെക്കാനുള്ള രീതിയിൽ നമ്മൾ മാറും, യാതൊരു സംശയവുമില്ല. ഇതിന്റെ പിന്നിൽ നിന്നത് ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, നമ്മളാണ്, പുല്ലാരക്കാരാണ്, ഈ നാട്ടുകാരാണ്. ഇതൊരു ചരിത്രമാണ്. ഈ ദിവസം പുല്ലാരയുടെ ചരിത്രത്തിൽ എഴുതി വെക്കേണ്ടതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇത് നമ്മുടെയൊക്കെ അഭിമാനമാണ്. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പുതിയ തലമുറക്ക്, കഴിഞ്ഞുപോയ തലമുറക്ക്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഒരു മതസംഘടനയോ മറ്റാരും ഇതുപോലെ ഒരു വട്ടമേശക്ക് ചുറ്റും ഇരുന്നിട്ടുണ്ടാവില്ല. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, മറ്റേതെങ്കിലും സംഘടന ഒന്നുമില്ല. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ പുല്ലാരക്കാർ ഒരുമിച്ച് നിന്നപ്പോൾ നമുക്ക് കിട്ടിയത് 46 ലക്ഷം ആണെങ്കിൽ അതൊരു കോടിന്റെ വില ഉണ്ട്, അല്ലെങ്കിൽ ഒരു 46 കോടിയുടെ വിലയുണ്ട്. കാരണം പുല്ലാരയിൽ വലിയ ബിസിനസ്മാൻമാരില്ല, പുല്ലാരയിൽ വലിയ കമ്പനികളില്ല. നമുക്ക് കയറി ചെന്നിട്ട് പൈസ ചോദിക്കാൻ. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ അഴിഞ്ഞിലത്ത് അവർക്ക് പൈസ കിട്ടുന്നത് കടവ് റിസോർട്ടിൽ നിന്ന് 1 ലക്ഷം രൂപയായിരുന്നു. തൊട്ടടുത്തുള്ള വേറെ ഫാക്ടറിയിൽ നിന്ന് 1 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 13 ലക്ഷമാണ് അവർ സംഘടിപ്പിച്ചത്. ഞങ്ങളോട് ലാസ്റ്റ് ദിവസം അവർ ചോദിച്ചു അത്ര വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്കൊരു കയറി ചെല്ലാൻ പുല്ലാരയിൽ ഒരു ഫാക്ടറി പോലും ഇല്ല. എന്നിട്ടും നമ്മൾ 46 എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ നാട്ടുകാരുടെ വിജയമാണ്, ഒരു സംശയവുമില്ല. പുല്ലാരക്കാർക്ക് ചെയ്താക്കന്മാരെ പെട്ടിയത്തെ പൈസ കൊണ്ട് നീർച്ചയിച്ചാൽ മാത്രമല്ല, പുല്ലാരക്കാർ സ്വന്തം പോക്കറ്റിലെ പൈസ കൊണ്ട് നാട്ടുകാരന്റെ ജീവൻ രക്ഷിക്കാനും കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും ദൈവത്തിന് സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഇവിടെ കൂടിയവർക്കും ഇതിനുമായി സഹകരിച്ചവർക്കും, ചെറിയ കുട്ടി മുതൽ വയസ്സായവർ വരെ, ഇവിടെ വന്നിട്ടുള്ള സ്ത്രീകൾ മുതൽ അതുപോലെ തന്നെ കുട്ടികൾ വരെ, എല്ലാവർക്കും ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ലിംഗമില്ല, വർഗമില്ല, വർണ്ണമില്ലാതെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഈ ഐക്യം നാട്ടിൽ പല കാര്യങ്ങൾക്കും നമ്മൾ കാണിക്കേണ്ടി വരും. അത് കണ്ടേ മതിയാകൂ എന്നുകൂടി ഇതിലൂടെ നമ്മൾ നാട്ടുകാർക്ക്, അയൽ നാട്ടുകാർക്കും കൂടി നമ്മളൊരു മെസ്സേജ് കൊടുത്തുകൊണ്ട് ഈ ചരിത്രം പുല്ലാരയിൽ തങ്ക ലിപികളാൽ എഴുതി വെക്കണേ എന്ന് ഒരിക്കൽ കൂടി വിനയപുരവസരം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നന്ദി, 1000 നന്ദി. നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.